അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഡ് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നു. കാരണം നമ്മൾ ഡിഡ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പഠിപ്പിക്കുകയാണ്, പക്ഷേ എന്നിട്ടും കുറേ ആളുകൾക്ക് അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ ഉപയോഗിക്കുന്നതാണ് ഡിഡ്. ഓക്കെ, അപ്പോൾ ഞാൻ റീമയോട് ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. അപ്പോൾ റീമ അതിനെങ്ങനെയാണ് എനിക്ക് റിപ്ലൈ തരുന്നത് എന്ന് നിങ്ങൾ ശരിക്കും നോക്കാം. ഓക്കെ, റീമ പറയുന്ന സമയത്ത് അതിൽ കുറേ പ്രാവശ്യം ഡിഡ് ഉപയോഗിക്കും. അപ്പോൾ ഡിഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ റീമ, എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഐ എം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ജോബ്, സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് പുതിയൊരു ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. ഓക്കെ, ഐ ഡിഡിൻ കോൾ മൈ ബ്രദർ യെസ്റ്റർഡേ. ബിക്കോസ് ഞാൻ എൻ്റെ ബ്രദറിനെ ഇന്നലെ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടില്ല. കാരണം എന്താ കാരണം? I was very busy yesterday and did not get time, so I did not call my brother. Okay. Busy ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ടില്ല. Okay. Okay, അടുത്തത് he did not give me money. എനിക്ക് അവൻ പൈസ തന്നില്ല യെസ്റ്റർഡേ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ ഇന്നലെ അവൻ എനിക്ക് പൈസ തന്നില്ല. he didn't give me money yesterday. Because he did not receive his salary, okay, and so he could not give me money. Yes. എനിക്ക് സാലറി തന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് പൈസ തരാൻ പറ്റിയില്ല എനിക്ക്. അതാണ് അതിന്റെ മീനിങ്. Okay. I got angry because he took my charger yesterday, so I got angry. Yes, I got angry എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. I got angry yesterday because he took my charger. നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ദേഷ്യമാണ് ചാർജർ എടുത്താൽ, അതുകൊണ്ട് I got angry. അടുത്തത് I went to his room yesterday because ഞാൻ ഇന്നലെ അവൻ്റെ റൂമിൽ പോയി. I went എന്ന് പറഞ്ഞാൽ പോയി. I went to his room yesterday because he took my charger yesterday, so I went to his room to take the charger. Okay. അടുത്തത് my boss scolded me yesterday. Scolded എന്ന് പറഞ്ഞാൽ എന്താ? ചീത്ത പറഞ്ഞു. My boss scolded me yesterday. കാരണം എന്താ? I took a day off yesterday, okay, so he scolded me. I took a day off എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു ദിവസം ലീവ് എടുത്തു. Okay. He didn't come for the function yesterday. ഇന്നലെ അവൻ ഫംഗ്ഷന് വന്നില്ല. എന്തേ കാരണം? Because he was not feeling well, so he did not come for the function. Yes. സുഖമില്ലാത്തത് കൊണ്ട് ഫംഗ്ഷന് വരാൻ പറ്റിയില്ല. Yesterday I slept early because I had a bad headache, so I slept early yesterday. Okay. നല്ല തലവേദന കൊണ്ട് ഞാൻ വേഗം ഉറങ്ങി. അതാണ് അതിന്റെ മീനിങ്. Yesterday I left the office early. ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് പോന്നു. Yesterday I left the office early because I had a function, so I left the office early yesterday. Okay. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യമാണ്, I am going to my native place tomorrow. Because I'm getting married next week, so I'm going to India next week. അപ്പോൾ ഏറ്റവും അവസാനത്തിൽ ഡിഡ് വന്നിട്ടില്ല, പക്ഷേ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അതുകൊണ്ടാണ് അത് പറയുന്നത്, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ 10 ചോദ്യങ്ങൾ റീമയോട് ചോദിച്ചിട്ടുണ്ട്. അതിന് റീമ എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തന്നു. അതിൽ റീമ ഒരുപാട് സ്ഥലത്ത് ഡിഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കാണാം, എന്നിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. കാരണം ഈ വീഡിയോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുക, പഠിച്ചതും മനസ്സിലാക്കിയതെല്ലാം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ രസകരമായിട്ട് വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ വളരെ ചെറിയ ഫീലിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു. English House. English at your fingertips.